ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻ്റർനാഷണൽ യോഗ ഡേ. ലോകത്തുള്ള എത്രയോ രാജ്യങ്ങൾ നമ്മളുടെ മഹർഷിമാരുടെ ആ ഒരു ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള യോഗ മുറകൾ ഏറ്റെടുത്ത് അവർ സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് ആ ദിവസം ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് സംശയങ്ങളും ഒക്കെ നമ്മൾ ദൂരീകരിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ നമ്മൾക്ക് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത്രയും ദിവസം നമ്മൾ പല ക്ലാസ്സുകൾ നമ്മൾ എടുത്തെങ്കിലും അതിൻ്റെ ഒരു ഓർഡറിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ചിലതിന് ആദ്യം നമ്മൾ പഠിച്ചു, പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അങ്ങനെയൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ക്ലാസ്സിനൊരു ഓർഡർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മളിന്നൊരു ഓർഡറിലേക്കാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായാലും അത് വളരെ അധികം ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ആസന കഴിഞ്ഞിട്ട് അടുത്ത ആസന ഇത് ചെയ്യണം, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വേറെ ഇതാ ചെയ്യേണ്ടുന്നത്. അപ്പം അങ്ങനെ ഒരു ഓർഡറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലരുടെ ഒരു ഇതുണ്ടായിരുന്നു, സ്വാമി എവിടെ നിന്നൊക്കെയാണ് യോഗ പഠിച്ചത്? അപ്പോൾ അതിൻ്റെ ഒരു സംശയം ചില ആളുകൾക്കുണ്ട്. അപ്പോൾ ഞാൻ ശിവഗിരി മഠത്തിൽ വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ അന്നത്തെ സ്വാമിമാർ ആണ് ആദ്യമായിട്ട് യോഗ ക്ലാസ്സുകൾ എടുത്തത്. അതുകൂടാതെ നമ്മളുടെ ഇൻ്റർനാഷണൽ ശിവാനന്ദ യോഗ സെൻറ്റർ, അവിടെ നിന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും അതുപോലെ അഡ്വാൻസ്ഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും അറ്റൻഡ് ചെയ്യുകയും, കൂടാതെ ബാംഗ്ലൂർ വിവേകാനന്ദ കേന്ദ്രയിൽ നിന്ന് യോഗ തെറാപ്പി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കോഴ്സ് നമ്മളുടെ പറയാവുന്ന രീതിയിലുള്ള ആ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പല സ്ഥലത്തും, മദ്രാസ് ആശ്രമത്തിലും അതുപോലെ നാസിക്കിലും അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ധാരാളം ആളുകളെ പഠിപ്പിക്കുകയും ഒക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകണം. അതുപോലെ അതൊരു പ്രത്യേകിച്ച് ആത്മീയമായിട്ട് പോകുന്നവർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പ്രയോജനമുള്ളത് കൊണ്ട് ഒക്കെ കൂടിയാണ് നമ്മളത് ഇത് ചെയ്യുന്നത്. ഗുരുവിൻ്റെ യോഗ ദർശനത്തിലും വളരെ വ്യക്തമായിട്ട് എന്താണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആസനാസിന് ഒരിക്കലും മുൻപ് സൂചിപ്പിച്ച പോലെ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി നിലനിർത്തുവാൻ, അതോടൊപ്പം നമ്മുടെ പ്രാണൻ്റെ ആ ഒരു ഫ്ലോ നമുക്ക് കറക്റ്റ് ആക്കണം. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കഴുത്തിൻ്റെ എക്സസൈസാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു സാമ്പിൾ മാത്രമായിട്ടാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ പലരും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു ഓർഡർ. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്ലാസ് തനിയെ നിങ്ങളുടെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം. ഓരോ ആസനാസിൻ്റെയും
ഓരോ എക്സസൈസിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ഓരോ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു ആസനം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇരിക്കാനുള്ളത്. ഇപ്പോൾ വജ്രാസനത്തിലാണ് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്നതെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ വജ്രാസനത്തിലിരിക്കുക. കൈ രണ്ടും നമ്മുടെ ചിന്മുദ്രയിൽ പിടിച്ചോളണം. നട്ടെല്ല് നിവർത്തി വെക്കുക, അതുപോലെ തല നിവർത്തി വെക്കുക. നമ്മുടെ ശരീരവും കംപ്ലീറ്റ് റിലാക്സ് ആയിരിക്കണം. അതുപോലെ മുഖത്തും നമ്മുടെ റിലാക്സ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് വരേണ്ടത്. നമ്മൾ ടെൻഷനായിട്ടുള്ളതല്ല വരേണ്ടത്. അപ്പോൾ മനസ്സ് റിലാക്സ് ചെയ്യുമ്പോൾ മാത്രമേ ശരീരവും റിലാക്സ് ആവുള്ളൂ. ആദ്യം നമ്മൾ കഴുത്തിൻ്റെ എക്സസൈസാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ. ആദ്യം തല മുകളിലേക്കും പിന്നെ താഴേക്കും. അതിനുശേഷം നമ്മൾ വശങ്ങളിലേക്ക്. നമുക്കിതിനകത്ത് വേണമെങ്കിൽ കണ്ണ് അടച്ചു വച്ചിട്ട് ചെയ്യാം, കുറച്ചുകൂടി ഏകാഗ്രത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നെക്ക് റൊട്ടേഷൻ. ഇപ്പോൾ ഇതുപോലെ കഴുത്ത് ക്ലോക്ക് വൈസ് ചെയ്യുക. ഒരു മീഡിയം സ്പീഡിൽ നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ സ്പോണ്ടിലൈറ്റിസ് ഉള്ള ആളുകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു, നമ്മൾ റൊട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം അവർക്കത് ചിലപ്പോൾ വേദന കൂടുതൽ വരാം. പിന്നെ തിരിച്ച് നമ്മൾ എത്ര പ്രാവശ്യമാണോ ക്ലോക്ക് വൈസ് ചെയ്തത് അത്രയും പ്രാവശ്യം തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്. റിലാക്സ്. അപ്പോൾ ഇത്രയും നമ്മൾ കഴുത്തിൻ്റെ എക്സസൈസ് പ്രയർ കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം പ്രയർ, പിന്നീട് കഴുത്തിൻ്റെ എക്സസൈസ്. അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ എക്സസൈസാണ്. അപ്പോൾ കണ്ണ് നമ്മൾ ആദ്യം അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്ക് നേരെ നോക്കുക, പിന്നെ താഴേക്ക്. അപ്പം അതും ഒരു മീഡിയം സ്പീഡിൽ ചെയ്താൽ മതി. കാരണം ചിലർക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായതുകൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടാകില്ല. ഇനി പുതുതായിട്ട് ആരെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് നമ്മളത് പറയുന്നത്. അങ്ങനെ കണ്ണിൻ്റെ മാക്സിമം കണ്ണ് മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പിന്നെ താഴേക്കും. അതിനുശേഷം വശങ്ങളിലേക്കാണ്. അപ്പോൾ മാക്സിമം തല തിരിക്കാതെ കണ്ണ് മാത്രം വശങ്ങളിലേക്ക്. അതിനുശേഷം കോർണർ ടു കോർണർ, ഡയഗണൽ എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ കണ്ണ് ഒരു വശത്തേക്ക് മുകളിലേക്ക്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മസിലുകൾ, അതുപോലെ കണ്ണിലേക്കുള്ള ചെറിയ രക്തക്കുഴലുകളാണ് കാപ്പിലറീസ്, വളരെ നമ്മുടെ തലനാര് ഇഴ പോലെ വളരെ ചെറിയ, അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള കുഞ്ഞി രക്തക്കുഴലുകളാണ്. അപ്പോൾ അതെല്ലാം അതിനകത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും എല്ലാം കറക്റ്റായിട്ട് വരണം. അപ്പോൾ കണ്ണിൻ്റെ പവർ കുറയുന്നതിൻ്റെ ഒരു കാരണം ഇതുണ്ട്. പിന്നെ നമുക്ക് വൈറ്റമിൻ്റെ മറ്റ് വേറെ വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ ആ കണ്ണിൻ്റെ മസിലുകളും ആ ഞരമ്പുകളൊക്കെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് നമ്മൾ കണ്ണിൻ്റെ റൊട്ടേഷനാണ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് മാക്സിമം കണ്ണ് റൊട്ടേറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിൻ മാറ്റാനും കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഈ 4 രീതിയിലുള്ള കണ്ണിൻ്റെ വ്യായാമം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് കുറച്ച് കണ്ണിന് ചെറിയ സ്ട്രെയിൻ, വേദന പോലെയൊക്കെ തോന്നാം, കഴപ്പ് തോന്നാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒന്ന് നിർത്തി ഓരോന്ന് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം, എന്നിട്ട് അടുത്ത് ചെയ്യാം. അല്ലാത്തവർക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ടാണ് മീഡിയം സ്പീഡിൽ ചെയ്യാൻ പറയുന്നത്. അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റൊട്ടേഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ രണ്ടും നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് കാരണം കൈയുടെ ഉള്ളം കൈ ആണ് നല്ലോണം ചൂടാവേണ്ടത്. എന്നിട്ട് കൈ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് കണ്ണ് തുറന്ന് ആ കൈയുടെ ചൂട് കണ്ണിലേക്ക് അടിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് റിലാക്സ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 പ്രാവശ്യം നമുക്കത് ചെയ്യാം. അപ്പോൾ അത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ബ്രീത്തിങ് എക്സസൈസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ താടാസനത്തിൽ നിൽക്കുന്നു, കാലിൻ്റെ പാദമെല്ലാം ചേർത്ത് വെക്കുന്നു. എന്നിട്ട് ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതാണത്. അപ്പോൾ കൈ രണ്ടും നേരെ ഫ്രണ്ടിലേക്ക് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കണം, കൈ വശങ്ങളിലേക്ക് കൊണ്ടുപോകണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടേ ഇരിക്കണം, കൈ ഇങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മൾ 10 പ്രാവശ്യമാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു 2-3 പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് ആ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളത് കാണിക്കുന്നത്. ഓക്കെ, റിലാക്സ്. അത് നമ്മൾ 10 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളാം. ഇനി അടുത്തത് നമ്മൾ ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ണ് അടച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കണ്ണ് തുറന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒരു പോയിന്റിൽ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ടേ ഇരിക്കണം, കൈ പതിയെ മുകളിലേക്ക് ഉയർത്തണം, കാലിൻ്റെ ഉപ്പുറ്റി അങ്ങനെ. പിന്നെ ശ്വാസം വിട്ടുകൊണ്ടേ ഇരിക്കണം താഴേക്ക്. ഇപ്പം നമ്മുടെ വിരലുകളിൽ, കാലിൻ്റെ വിരലുകളിലാണ് നമ്മൾ കംപ്ലീറ്റ് നിൽക്കുന്നത്. അതെ, അപ്പം അതിന് നല്ലൊരു ബാലൻസിങ്, നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ, മൈൻഡിൻ്റെ ഒരു കോൺസെൻട്രേഷനും അതുപോലെ ബാലൻസിങ്. അപ്പോൾ ആംഗിൾ ജോയിൻസിനെല്ലാം അത് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ശരി, ഇനി നമുക്ക് ഇരുന്നിട്ടുള്ളതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ വജ്രാസനത്തിൽ ഇരിക്കുക. അപ്പോൾ നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നിട്ട് ഇനി ശശാങ്കാസന ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ ചേർത്ത് വെക്കണം. കാലിൻ്റെ പാദം നമ്മൾ പുറകിൽ മടക്കി വെച്ചിട്ടുണ്ട്. കൈ പുറകിലേക്ക് എടുത്തിട്ട് കൈയുടെ റിസ്റ്റിലാണ് പിടിക്കേണ്ടത്. ഏത് കൈയുടെ റിസ്റ്റ് പിടിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം, ഫുള്ളായിട്ട് ശ്വാസം എടുക്കണം. ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ഷോൾഡറൊക്കെ നല്ലോണം എക്സ്പാൻഡ് ചെയ്ത്, ചെസ്റ്റ് നല്ല എക്സ്പാൻഡ് ചെയ്ത് ബോഡി സ്ട്രെച്ച് ചെയ്തിട്ട് ആ സ്ട്രെച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് കുനിയണം. ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടണം. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കണം, നിവർന്ന് വരണം. ഇതും നമ്മളൊരു 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു 3 പ്രാവശ്യം ചെയ്ത് കാണിക്കാം. അപ്പം നമ്മൾ നിവർന്ന് വരുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ കുനിയുമ്പോൾ നമ്മുടെ ബട്ടക്സ് പൊങ്ങി പോകരുത്, നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വയറൊക്കെ കുറയാനും ഒക്കെ നല്ലതാണ്. റിലാക്സ്. അടുത്തത്
നമ്മൾ ഡോഗ് ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൈ രണ്ടും മുട്ടുകാലിൻ്റെ വശങ്ങളിൽ വെക്കുക. എന്നിട്ട് ബോഡി ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. തല കുറച്ച് നിവർത്തി വെക്കണം. നമ്മുടെ വാ തുറന്നു വെച്ചിട്ട് നാക്ക് വെളിയിലേക്ക് നീട്ടുക. നല്ല ഫോഴ്സിൽ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും. മതിയോ? അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം, ഇപ്പോൾ ഒരു ചെറിയ ത്രോട്ടിനൊക്കെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. ചിലർക്ക് തലയ്ക്ക് ഒരുമാതിരി ഒരു പെരുപ്പ് പോലെയൊക്കെ വരും. അതൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ പ്രശ്നമില്ല. നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി നന്നായിട്ട് കൂടി വരും. ത്രോട്ട് നല്ല ഓപ്പൺ ആവും. മറ്റു പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറി വരും. ശ്വാസം മുട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. ശരി, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈഗർ ബ്രീത്തിങ് ആണ്. ടൈഗർ ബ്രീത്തിങ്. അപ്പോൾ അത് കാലിൻ്റെ മുട്ടുകാല് തമ്മിൽ കൈയുടെ ഒരു മുഴം അകലം ഉണ്ടാകണം. അതേ അകലം തന്നെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നേരെ നിൽക്കാം. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കും. തല മുകളിലേക്ക് ഉയർത്തണം. മുതുകു ഭാഗം ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യണം. ശരി, റിലാക്സ്. അപ്പോൾ ഇത് നമ്മളൊരു 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒരു 10 പ്രാവശ്യം മിനിമം ചെയ്യുക. ഇതിന് ശേഷം അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു. അത് വളരെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, നട്ടെല്ല്, കൈ, കാല്, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ത്രോട്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂര്യനമസ്കാരമാണ്. ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞിട്ട് നമുക്ക് സൂര്യനമസ്കാരം. അപ്പോൾ 6 റൗണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു 2 റൗണ്ട് മാത്രമേ ചെയ്ത് കാണിക്കുകയുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളണം. ശരി, ആദ്യത്തെ പൊസിഷൻ, കാൽ രണ്ടും ചേർത്ത് വെക്കണം. കൈ രണ്ടും ചേർത്ത് തൊഴുത് പിടിക്കുക. 1 2 ഇൻഹേൽ, 3 എക്സേൽ, 4 ഇൻഹേൽ, 5 ഹോൾഡ് ദ ബ്രെത്ത്, 6 എക്സേൽ, 7 ഇൻഹേൽ, 8 exhale, 9 inhale, 10 exhale, 11 inhale, 12 exhale, relax. ഒരു സൈഡിൽ കൂടെ നമ്മളിത് കാണിക്കുമ്പോൾ കുറേയും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 1 പ്രയർ പൊസിഷൻ, 2 സ്ട്രെച്ച് ചെയ്ത് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാം, 3 exhale, 4 inhale, 5 hold the breath, 6 exhale, 7 inhale, 8 exhale, 9 inhale, 10 exhale, 11 inhale, 12 exhale, relax. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. 1 2 inhale,
3, exhale. 4, inhale. 5, hold the breath. 6, exhale. 7, inhale. 8, exhale. 9, inhale. 10, exhale. 11, inhale. 12, exhale, relax. 1, 2, inhale. 3, exhale. 4, inhale. 5, hold the breath. 6, exhale. 7, inhale. 8, exhale. 9, inhale. 10, exhale. 11, inhale. 12, exhale, relax. അപ്പോൾ നമ്മൾ 6 സൂര്യനമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ശവാസനത്തിൽ കിടക്കാം. ഇനി നമ്മൾക്ക് ശവാസനത്തിന് ശേഷം കിടന്നിട്ടുള്ളത് തന്നെയാണ് മേരുദണ്ഡാസനം ചെയ്യാം. അപ്പോൾ കാല് ചേർത്ത് വെച്ചോ, കൈ രണ്ടും ചേർത്ത് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കണം. വലത്തെ കാല് മുകളിലേക്ക് പോകണം. എക്സേൽ, സ്ലോലി കം ഡൗൺ. ഇൻഹേൽ, ഇടത്തെ കാല്. എക്സേൽ, പതിയെ താഴേക്ക് കൊണ്ട്. ഇൻഹേൽ, വലത്തെ കാല്. എക്സേൽ, ഡൗൺ. ഇൻഹേൽ, എക്സേൽ, ഡൗൺ. അത് കഴിഞ്ഞാൽ 2 കാലും കൂടിയാണ്. ഇൻഹേൽ, ബോത്ത് ലെഗ്സ് അപ്പ്. എക്സേൽ. Inhale, and exhale, down. Inhale, and exhale, down. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ പൊതുവേ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് കുറച്ച് പെയിൻ ഉണ്ടാവും. അത് ഇപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്കറിയാം, അതങ്ങ് മാറിയിട്ടുണ്ടാവും. പുതുതായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ചെറുതായിട്ട് ആ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഇപ്പോൾ സൂര്യനമസ്കാരം കഴിഞ്ഞ് നമ്മൾ കിടന്നിട്ടുള്ള മേരുദണ്ഡാസനം ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജഠര പരിവർത്തനാസനം. അപ്പോൾ കൈ രണ്ടും ഷോൾഡറിൻ്റെ ലെവലിൽ വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽ രണ്ട് മുകളിലേക്ക് പോകണം. ഇൻഹേൽ, ബോത്ത് ലെഗ്സ് അപ്പ്. എക്സേൽ ചെയ്തിട്ട് വലത്തെ സൈഡിലേക്ക് കാല് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ കാല് കയ്യിൽ മുട്ടിയിരിക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ തല തിരിച്ചു വെക്കുക. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടണം. ആ പൊസിഷനിൽ നല്ല ഡീപ്പായിട്ട് ഇൻഹേൽ, എക്സേൽ. പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാല് നേരെ മുകളിലേക്ക് കൊണ്ടുവരണം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരണം. ഈ പൊസിഷനിലിരുന്ന് ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടുക. എത്ര സമയമാണോ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ശ്വാസം എടുത്ത് വിട്ടത് അത്രയും സമയം തന്നെ ഈ സൈഡിലും എടുത്തു വിടണം. Inhale and exhale.
Inhale and exhale. Inhale and exhale, relax. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുത്ത് വിട്ടേക്കണം. നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. അതുപോലെ എക്സേൽ ചെയ്യുമ്പോഴും ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു 3 പ്രാവശ്യം നമ്മൾ ഡീപ്പ് ഇൻഹേൽ എക്സേൽ ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ ആവും. അടുത്തത് നമ്മൾ പവന മുക്താസന ക്രിയ. അപ്പോൾ അതിൽ കാൽ രണ്ടും മടക്കി പിടിക്കുക. കൈകൾ കൊണ്ട് ചേർത്ത് കോർത്ത് പിടിച്ചിട്ട് കാല് ചേർത്ത് അങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റോൾ ചെയ്യുക. ഒരു മിനിമം ഒരു 10 പ്രാവശ്യം ചെയ്യണം. അതിനുശേഷം നമ്മൾ സൈഡിലേക്ക് റോൾ ചെയ്യുക. അങ്ങനെ ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റിലാക്സ്. ഓരോ വശങ്ങളിലേക്ക് നമ്മളിതുപോലെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ വയറ് കുറയാനും ഗ്യാസ് ട്രബിള് അതുപോലെയുള്ള കുറേ അസുഖങ്ങൾ ഇതിലൂടെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ബാക്ക് മസിൽസിന് നല്ലൊരു മസാജിങ് കൂടിയാണ്. കഴുത്തിനും ഒക്കെ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഒരു കാല് മാത്രം റൊട്ടേറ്റ് ചെയ്യുക. ഒരു കാല് മടക്കി ചേർത്ത് പിടിക്കുക. തല പൊക്കി പിടിച്ചിട്ട് താടി മുട്ടുകാല് മുട്ടിച്ച് വെക്കണം. മറ്റേ കാല് നിവർത്തി പിടിച്ചിട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പം എത്ര പ്രാവശ്യം നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്തോ അത്രയും പ്രാവശ്യം തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്തോളാം. അത് കഴിയുമ്പോൾ കാല് മാറ്റി ചെയ്യണം. അപ്പോൾ കഴുത്തിന് സ്ട്രെയിനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും കഴുത്തിൻ്റെ മസിലുകൾക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതൽ വരുന്ന ഒരു എക്സസൈസാണ്. ബോഡി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടുകൈ തറയിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കാല് നല്ലോണം ചേർത്ത് ബോഡിയോട് ചേർത്ത് പിടിച്ചാൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇപ്പോൾ വയറ് കൂടുതലുള്ള ആളുകൾ ഇത് കൂടുതൽ ചെയ്താൽ വളരെ തടി കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം, ഡൈജഷൻ പ്രോബ്ലം അങ്ങനെയുള്ളതിനെല്ലാം നല്ലതാണ്. ഹിപ്പ് ജോയിൻസിന് നല്ല ലൂസനിങ് ആയിട്ടുള്ളൊരു എക്സസൈസാണ്. കാലിൻ്റെ ഞരമ്പുകൾക്കും വളരെ നല്ല ഇതായിട്ട് അതിനൊരു എലാസ്റ്റിസിറ്റിയും റിലാക്സേഷനും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് മൂന്നും ചേർത്താണ് നമ്മൾ പവന മുക്താസന ക്രിയ എന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു നമ്മളൊന്ന് റിലാക്സ് ചെയ്തു. ഒരു 2-3 പ്രാവശ്യം ഡീപ്പായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തിട്ട് പതിയെ എഴുന്നേറ്റിരിക്കുക. പതിയെ എഴുന്നേറ്റിരുന്നിട്ട് ആ കഴുത്തിനുള്ള ഒരു സ്ട്രെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുത്തിൻ്റെ റൊട്ടേഷൻ മാത്രം ഒരു 5 times ഈച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, റിലാക്സ്. ഈ ഓർഡറിൽ നമ്മളിനി വരുമ്പോൾ അപ്പോൾ എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ അരമണിക്കൂറിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ആ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 1 മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യണം,
അപ്പോൾ ബാക്കിയുള്ള ചില ആസനാസും കൂടിയും ഇതിനകത്ത് ചേർത്ത് നമ്മൾ അവസാനം വരുമ്പോൾ ചെയ്യേണ്ടത് കപാലഭാതിയും നാഡീശുദ്ധിയുമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ കപാലഭാതി ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെയ്ത് ഒന്ന് കാണിക്കും. അപ്പോൾ കൈ രണ്ടും നമ്മൾ ചിന്മുദ്രയിൽ വെച്ചുകൊള്ളണം. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. നല്ല ഫോഴ്സിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതുപോലെ നമ്മൾ ഒരു മിനിറ്റോ എത്ര പമ്പിങ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഇപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. ഒറ്റയടിക്ക് നമ്മൾ ചെയ്ത് ഇത് ചെയ്യണമെന്നില്ല. ഒന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ വീണ്ടും ഒന്ന് ചെയ്ത്, നമ്മൾ മുൻപ് അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ചെയ്തിട്ട് ശ്വാസം നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വീണ്ടും കപാലഭാതി. നല്ല ഒന്ന് ഡീപ്പായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ കപാലഭാതി ചെയ്തോളണം. അതിനുശേഷം നമ്മൾ നാഡീശുദ്ധി പ്രാണായാമമാണ് നമ്മൾ ചെയ്തതാണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കും ആ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടിയും കാണിക്കുകയാണ്. അപ്പോൾ ഇടത്തെ കൈ ചിന്മുദ്രയിൽ പിടിച്ചോളണം. വലത്തെ കൈ നമ്മൾ നാസികാമുദ്ര. നട്ടെല്ല് നിവർന്നിരിക്കണം, തല നിവർന്നിരിക്കണം, കണ്ണടച്ചു വെക്കണം, ബോഡി റിലാക്സ് ആയിരിക്കണം. അപ്പോൾ ഇടത്തെ മൂക്ക് ഇതിലൂടെയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ വലത്തെ മൂക്ക് അടച്ചു വെക്കുക. ഇടത്തെ മൂക്കിലൂടെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ഫുള്ളായിട്ട് സ്ലോ ഡീപ്പ് ഇൻഹേൽ. അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? മോതിരവിരൽ വെച്ച് നമ്മുടെ ഇടത്തെ മൂക്ക് അടച്ചു വെക്കണം. വലത്തെ മൂക്കിലൂടെ ശ്വാസം സാവധാനത്തിൽ പുറത്തേക്ക് വിടണം. അപ്പോൾ നമ്മൾ ശ്വാസം എടുത്തതിൻ്റെ കുറച്ച് കൂടുതൽ സമയം കൊണ്ട് മാത്രമേ വിട്ട് തീർക്കാവൂ. ഒറ്റയടിക്ക് വിട്ട് കളയരുത്. പിന്നെ തിരിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടേയിരിക്കണം. അതേ മൂക്കിലൂടെ തന്നെ അത് ക്ലോസ് ചെയ്യുക. തള്ളവിരൽ വെച്ച് അപ്പുറത്തെ മൂക്കിൽ കൂടെ ശ്വാസം വിടണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു റൗണ്ട് നാഡീശുദ്ധി എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ മിനിമം ഒരു 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും വലത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. മൂക്ക് ക്ലോസ് ചെയ്തിട്ട് ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു. അതുപോലെ ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ശ്വാസകോശം നിറഞ്ഞു കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്ത് വലത്തെ മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുന്നു. ഇനി വലത്തെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടും. റിലാക്സ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് ഇടത് മൂക്കിലൂടെ ആയിരിക്കും. അതുപോലെ നമ്മൾ വിട്ട് നിർത്തുന്നതും ഇടത്തെ മൂക്കിലൂടെ ആയിരിക്കും. അത് മറന്നു പോകരുത്. ഇടത് മൂക്കിലൂടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു, വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അതാണ് ഒരു റൗണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, അപ്പോഴും ഇടത് മൂക്കിലൂടെ വിട്ട് വേണം നിർത്താനായിട്ട്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ശവാസനത്തിൽ കിടക്കും. കിടന്നിട്ട് എഴുന്നേറ്റിരുന്ന് പ്രയറാണ്. ഇപ്പോൾ കാല് രണ്ടും അകത്തി വെക്കണം, കൈ രണ്ടും ഇതുപോലെ അകലത്തിൽ വെക്കണം. ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യാം.
അപ്പം അത് നമ്മൾ മുൻപ് പറഞ്ഞു തന്ന പോലെ കാലിൻ്റെ വിരലിൽ നിന്ന് നമ്മുടെ തല വരെ ഓരോരോ പാർട്ട് ബൈ പാർട്ടായിട്ട് റിലാക്സ് ചെയ്ത് ഏകദേശം ഒരു 8, 9, 10 മിനിറ്റ് എടുക്കും. അത്രയും സമയം നന്നായിട്ട് റിലാക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് ഇരുന്ന് നമ്മുടെ പ്രയർ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കാം. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരിക്കുകയോ വജ്രാസനത്തിലിരിക്കുകയോ പത്മാസനത്തിലിരിക്കുകയോ ചെയ്യാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.